ശരി, ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിൻ്റെ പേരിലായിരിക്കും ഓമൻ ഇങ്ങനെ ഒരു ഹർജി നൽകിയിട്ടുണ്ടാവുക എന്നാണ് നിങ്ങൾ കരുതുന്നത്? എനിക്കറിയില്ല. മാത്യു, സ്വവർഗാനുരാഗം ഒരു രോഗാവസ്ഥയല്ല, മറിച്ച് തികച്ചും അങ്ങേയറ്റം മാനുഷികവും സ്വാഭാവികമായ ഒന്നാണ്. ശരിയല്ലേ? ശരിയല്ലേ? അതെ. അതെങ്ങനെ ഇത്ര വ്യക്തമായിട്ട് പറയാൻ സാധിക്കും? എന്തെങ്കിലും പേഴ്സണൽ അനുഭവം സ്വന്തം ജീവിതത്തിൽ നിന്നോ മറ്റോ? ഇല്ല. ശരി, പുള്ളിക്കാനത്ത് നിങ്ങളുടെ പിതാവിൻ്റെ പേരിലുള്ള തോട്ടത്തിൽ നിങ്ങളും ഹർജിയിൽ പറയുന്ന നിങ്ങളുടെ ഈ സുഹൃത്തും ഒരുമിച്ച് സമയം ചെലവിടാറുണ്ടെന്ന് പറഞ്ഞാൽ ശരിയല്ലേ? അല്ല. ഈ സ്റ്റേറ്റ് ചെയ്യുന്നതിനൊന്നും യാതൊരുവിധ തെളിവുകളും ഇല്ല. ഇതുപോലെ കുക്ക്ഡപ്പ് ആയിട്ടുള്ള സ്റ്റോറീസിലൂടെ ജസ്റ്റ് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്. ശരി, ജനങ്ങളുമായി അടുത്തിടപെടാൻ സാധ്യതയുള്ളൊരു സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് കാര്യങ്ങളെ കുറച്ചുകൂടെ സത്യസന്ധമായും ധാർമ്മികമായുമായിരിക്കും താങ്കൾ സമീപിക്കുക എന്ന് വേണമല്ലോ ഞങ്ങൾ കരുതാൻ, അല്ലേ? മാത്യു, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, താങ്കളൊരു സ്വവർഗാനുരാഗി ആണെങ്കിൽ താങ്കളുടെ ജീവിത പങ്കാളിയായ സ്ത്രീയിൽ നിന്ന് അത് മറച്ചു വെച്ചുകൊണ്ട് അവരുടെ ശാരീരിക ആവശ്യങ്ങൾ നിഷേധിച്ചാൽ അത് ക്രൂരതയാണെന്ന് പറഞ്ഞാൽ തള്ളിക്കളയാനാകുമോ? This is a hypothetical question. He is not bound to answer. Relevant facts-ലേക്ക് questions ചുരുക്കണം മാഡം. This is highly relevant. മാത്യു, പറയൂ. ആയിരിക്കാം, പക്ഷേ എനിക്കിതിനെപ്പറ്റി ആധികാരികമായിട്ടുള്ള അറിവൊന്നുമില്ല. യുവർ ഓണർ, ഈ പറഞ്ഞതാണ് അയാളുടെ ഉത്തരം. ദാറ്റ് മേ ബി റെക്കോർഡഡ്. That's all, Your Honor. റീയുണ്ടോ? നോ റീ, യുവർ ഓണർ. ഏതോ ഇലക്ഷനൊക്കെ നിൽക്കാൻ പോണ ആളാണെന്നല്ലേ പറഞ്ഞേ? അല്പം കോമൺ സെൻസ് ഉണ്ടാവും ഞാൻ വിചാരിച്ചു. സ്വന്തം വക്കീലിനോട് ഉള്ള കാര്യം പറയാണ്ട് സാർ ഉള്ളിൽ കിടന്ന് എത്ര മൈമ കളിച്ചിട്ടും ഒരു കാര്യവും ഇല്ല. ഇപ്പം എന്തായാലും ഞാൻ കമ്മിറ്റ് ചെയ്ത് പോയില്ലേ? സാർ നാളെ ഓഫീസിലേക്ക് വാ. ചേട്ടാ, എൻ്റെ പേര് മിഥുൻ. ഞാൻ ക്യോറല എന്ന് പറയുന്നൊരു LGBTQI അസോസിയേഷൻ്റെ മെമ്പറാണ്. ചേട്ടൻ്റെ കേസ് ഇറങ്ങിയപ്പോൾ മുതൽ ചേട്ടനെ ബന്ധപ്പെടാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ചേട്ടൻ കടന്നു പോകുന്ന സിറ്റുവേഷൻ വ്യക്തമായിട്ട് അറിയാം. ഞങ്ങളെല്ലാവരും കടന്നു പോയിട്ടുള്ളൊരു സിറ്റുവേഷനായിരുന്നത്. ചേട്ടാ, ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഐ നോ കമ്മിങ് ഔട്ട് ഇസ് നോട്ട് എൻ ഈസി ടാസ്ക്. പക്ഷെ നല്ലൊരു കൗൺസിലിങ്ങും അല്ലെങ്കിൽ നല്ലൊരു മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ടും ഉണ്ടെങ്കിൽ ചേട്ടൻ്റെ ഈ സിറ്റുവേഷൻ കടന്നു പോകാൻ പറ്റുമെന്ന് ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്. മേ ബി വി ക്യാൻ ഹെൽപ്പ് യു ഔട്ട്. എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവാൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുമെന്നറിയാമല്ലോ. ഈ സ്ഥിരത പൂർണ്ണഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവനത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരക്ക് തുല്യനാണ്. സംശയം മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രവൃത്തിയിലൂടെ എന്തെങ്കിലും കർത്താവാണെന്ന് ലഭിക്കുമെന്നാണ് കരുതുന്നത്.
അല്ലെ ഇത് വേണേ ഇപ്പുറത്തോട്ട് വെക്കണോടാ കമ്മന്ന് പോകരുത്. അറിയാ സ്വാമി ഇപ്പോൾ കുറച്ച് നേരമായി. ഇവ നാളെ യോഗയ്ക്ക് പോവാം, യാത്ര പറയാൻ. ഓൾ ദി ബെസ്റ്റ് മോനെ. മാത്യു ചാച്ചന് ഓൾ ദി ബെസ്റ്റ്. നന്നായി വരണേ. ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഞാൻ പോകുന്നു. പിന്നെ അളിയ, ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് ഈ പറയുന്നതിലൊന്നും കഥയില്ലെന്ന്. പിന്നെ ഓർത്തു അവനെ പിടിച്ച് പൊട്ടിച്ച് നാടെടുത്ത ഈ പ്രശ്നങ്ങൾ തീർന്നു പോകുന്നു. ഇപ്പം മനസ്സിലായി അതുകൊണ്ടൊന്നും തീരില്ലെന്ന്. നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ഓമനിക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു. ചാച്ചൻ പക്ഷേ എതിരായിരുന്നു. കൂടെ നിൽക്കാൻ അവളെന്നോട് ആവുന്ന പറഞ്ഞതാ. ഞാനും നിന്നില്ല. നിങ്ങളുടെ കല്യാണത്തിന് ശേഷം ഈ വിഷയത്തെക്കുറിച്ച് പോലും അവൾ ചാച്ചനോട് പറഞ്ഞതാ. ഞാനതറിഞ്ഞില്ല. അറിഞ്ഞാൽ ഞാൻ കൂടെ നിൽക്കുമായിരുന്നോ? എവിടെ, നിൽക്കത്തില്ലായിരുന്നു. ഇനിയെങ്കിലും എനിക്ക് അവളോട് നിൽക്കണോളിയാ. അളിയാൻ പറ്റുമെങ്കിൽ ഈ കേസും വയ്യാവില്ലെന്ന് അവളെ ഒന്ന് ഒഴിവാക്കി വിട്. അവളൊരു പാവളിയാണ്.